നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല നാടൻ മത്തിയും വെണ്ടയ്ക്കയും. ഇങ്ങനൊരു മീൻകറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നല്ല നെയ്ച്ചാള അല്ലെങ്കിൽ മത്തി കിട്ടുമ്പോൾ തറവാട്ടിൽ അച്ചമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. ഈ നെയ്യൊക്കെ വലിച്ചിട്ട് ആ വെണ്ടയ്ക്ക കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദ് തന്നെയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മയാണ് ഈ കറി പരിചയപ്പെടുത്തുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മത്തി വൃത്തിയാക്കി കാണിക്കുന്നുണ്ട്. ഇത് നന്നാക്കാൻ പലർക്കും അറിയായിരിക്കും, എന്നാലും ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് പ്രകാരമാണ് ഇപ്പോൾ ഇതിവിടെ നന്നാക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ മീനിൻ്റെ തല കളയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തല കളയാതെയും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് 1/2 കിലോ മത്തി, 8-9 വെണ്ടയ്ക്ക ചെറുതരം, അധികം മൂക്കാത്തത് മുറിക്കാത്തതാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ നല്ലോണം വടിയെ അരച്ചത്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് അരിഞ്ഞത്, വേപ്പില, 2 ചെറിയ കഷ്ണം കുടംപുളി, വെളിച്ചെണ്ണ. തേങ്ങ അരച്ചത് നമുക്ക് കലക്കി വയ്ക്കാം. ഇനി നമുക്ക് കറി ശരിയാക്കാം. തേങ്ങ അരച്ച് കലക്കിയത് ഒഴിച്ച് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, ചതച്ച ഇഞ്ചി, തിളയ്ക്കണ വരെ ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വച്ചിരിക്കുന്ന മീനിടാം. നല്ല നെയ്യുള്ള ചാളയിലാണ് വെണ്ടയ്ക്ക ഇട്ട് വെക്കേണ്ടത്. ഇത് നല്ല നാടൻ ചാളയാണ്, പക്ഷെ നെയ്യ് അത്ര ഇല്ല. ഈ വെണ്ടയ്ക്ക ഇടണ മാതിരി തന്നെ ചാളയിൽ കപ്പങ്ങയോ കായോ ചേമ്പോ ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. വേപ്പില, ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് സിമ്മിലിട്ട് വേവിക്കണം. ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് തുറന്ന് ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വയ്ക്കാം. ഇത് ചരിച്ച് മൂടാം. ഇതൊന്ന് തുറന്ന് നോക്കാം. മീൻ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക വേവാൻ ഒരു 5 മിനിറ്റ് മതി. അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ്. ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് മീനൊന്ന് അനക്കി കൊടുക്കണം. ഒന്നുകൂടി ആവാനുണ്ട്. ഇപ്പം മീനും വെണ്ടയ്ക്ക ഒക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഉള്ളി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൂണിലിട്ട് കറിയിലേക്ക് ഒഴിക്കാം.
നമ്മുടെ മീൻകറി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇനി ചാള കിട്ടുമ്പോൾ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.